ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹ ബഹുമാനമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വിശ്വാസവരത്തെക്കുറിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ വരമാണല്ലോ വിശ്വാസം. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 2-ാം അധ്യായം 19-ാം തിരുവചനം ഇങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു: ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു, അത് നല്ലത് തന്നെ. പിശാചും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അവൻ ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യുന്നു. മൂഢനായ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണെന്ന് നിനക്ക് ഞാൻ തെളിയിച്ചു തരേണ്ടതുണ്ടോ? വിശ്വാസി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. വിശ്വാസത്തിന് തക്ക രീതിയിലുള്ള പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് യാക്കോബ് ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുക. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 2-ാം അധ്യായം 26-ാം തിരുവചനം പറയുന്നുണ്ട്: ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും മൃതമാണ്. വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അതനുസരിച്ചുള്ള പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 21-ാം തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ അവസ്മാര രോഗിയായ ഒരു ബാലന് വേണ്ടി ഈശോയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന അവൻ്റെ പിതാവ് പറയുന്നുണ്ട്: നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് എൻ്റെ മകനെ ഞാൻ കൊണ്ടുവന്നു, എന്നാൽ അവനെ സുഖപ്പെടുത്തുവാൻ അവർക്ക് സാധിച്ചില്ല. ഈശോ അത് കേട്ട് പ്രകാരമാണ് പറയുന്നത്: വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളോട് സഹിക്കും? അവനെ എൻ്റെ അടുത്ത് ഇപ്പോൾ കൊണ്ടുവരിക. ഈശോ ആ ബാലനെ നോക്കി ശാസിച്ചുകൊണ്ട് പറഞ്ഞു: ദുരാത്മാവേ, ഇവനിൽ നിന്ന് വിട്ടുപോകുക. അവൻ സൗഖ്യം പ്രാപിച്ചു. എല്ലാവരും മാറിക്കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ഈശോയുടെ അടുത്ത് വന്ന് ചോദിച്ചു: എന്തുകൊണ്ടാണ് ഞങ്ങൾക്കിത് സാധിക്കാതെ പോയത്? ഈശോ പറഞ്ഞു: അല്പവിശ്വാസം കൊണ്ടാണ്. നിങ്ങൾ വിശ്വാസപൂർവം ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് പോകും. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടാകണം. എന്നിട്ട് പറയുകയാണ്: നിങ്ങൾക്ക് അസാധ്യമായി യാതൊന്നുമില്ല. ഈ വചനം വായിച്ച് ധ്യാനിച്ച് ഒരു ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷയ്ക്കായി പോയപ്പോൾ അവിടെ രോഗിയായ സ്ട്രോക്ക് വന്ന് തളർന്നുപോയി വാഹനത്തിൽ നിന്ന് ഒരു കസേരയിൽ എടുത്തിരുത്തി കൊണ്ടുവന്ന ഒരു അമ്മച്ചിയെ ഞാൻ ഓർക്കുന്നുണ്ട്. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണം. ശരീരം മൊത്തം തളർന്നു പോയിരിക്കുകയാണ്. എഴുന്നേറ്റ് നടക്കാൻ പാടില്ല. ഈ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസാധ്യമായ യാതൊന്നുമില്ല എന്ന് പറഞ്ഞ വാക്കുകൾ എന്നെ ത്രസിപ്പിച്ചു. അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഇപ്രകാരം പറഞ്ഞു: അമ്മച്ചി, എഴുന്നേൽക്കുക, മുന്നോട്ട് നടക്കുക. അമ്മച്ചിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. മക്കളാരും എഴുന്നേക്കാൻ സമ്മതിക്കുന്നില്ല. അമ്മച്ചി എൻ്റെ കണ്ണിലേക്ക് എന്നെ നോക്കിയിരിക്കുന്നു. ഞാൻ കൈകൊണ്ട് കാണിച്ചു: അമ്മച്ചി എഴുന്നേൽക്ക്. അമ്മച്ചി സാവധാനത്തിൽ എഴുന്നേറ്റു. മക്കൾ വീഴും എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. അമ്മച്ചി കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പ്രാർത്ഥനാലയത്തിലേക്ക് നടന്നുപോയി. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈശോയ്ക്ക് അത്ഭുതം പ്രവർത്തിക്കുവാൻ സെക്കൻഡ് സമയം മതി. വൈദ്യന്മാർ നടക്കില്ല എന്ന് പറഞ്ഞ കാലക്രമത്തിലേ നടക്കുകയുള്ളൂ എന്ന് പറയുമ്പോഴൊക്കെ ദൈവം അനുവദിച്ചാൽ
സെക്കൻഡ് സമയം കൊണ്ട് നീ സുഖം പ്രാപിക്കും എന്നോർക്കുക. എന്നെ ശ്രമിക്കുന്ന സ്നേഹമുള്ളവരെ, വിശ്വാസത്തിൻ്റെ വരത്തിനായി നമുക്ക് ദാഹിക്കാം. ദൈവമേ, ആഴമായ ഒരു വിശ്വാസം തരികയും അങ്ങയുടെ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിന് വെളിച്ചം പകരുകയും അവിടുത്തെ വിശ്വാസത്തിൽ ആഴപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ നീ പറഞ്ഞ വചനം ഞങ്ങൾ ഓർക്കുന്നു, നിങ്ങൾക്ക് അസാധ്യമായി യാതൊന്നുമില്ല. ഈശോയെ, ഇപ്പോൾ രോഗികളായിരിക്കുന്നവരെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തളർവാദ രോഗത്താൽ വേദനിക്കുന്നവർ, സ്ട്രോക്ക് ബാധിച്ച് ബെഡിലായിരിക്കുന്നവർ, കർത്താവേ, ഇവരുടെ മേലെല്ലാം നിന്റെ ആത്മാവിനെ വർഷിച്ച് അവരെ സുഖപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മേ, ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടിയും എല്ലാ രോഗികൾക്കു വേണ്ടിയും പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.